ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ ആദ്യത്തെ ദശകമായ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും അതിലെ 8ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. 1 തൊട്ടിട്ട് 7 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച. ഇത്തം നിശേഷലഭ്യോ നിരവധി കഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രന്തം ചക്രവാണി ദ്രുമമഭിലഷതി വ്യർത്ഥമത്തിവ്രജോയം. ഈ അർത്ഥം നോക്കാട്ടോ. നമ്രാണാം എന്താണ്? നമസ്കരിക്കുന്നു. സന്നിധത്തെ സന്നിധാനം ചെയ്യുന്നു, കാണപ്പെടുന്നു. സതതമപി സതതം പറഞ്ഞ എല്ലായ്പ്പോഴും, സതതമപി പറഞ്ഞ എല്ലായ്പ്പോഴും തന്നെ. പുര പറഞ്ഞ മുമ്പില്. നമ്രാണാം പുര നമസ്കരിക്കുന്നവരുടെ മുമ്പില്. നമസ്കരിക്കുന്നവരുടെ മുമ്പില് സതതമപി എല്ലായ്പ്പോഴും ഭഗവാൻ കാണപ്പെടുന്നു. നമ്മൾ കൈകൂപ്പി ഒന്ന് നമസ്കരിച്ചാൽ മതി, അവിടെ ഉണ്ടാവും ഭഗവാൻ ഉണ്ടാവും. ഇനി പുര സ്ഥൈരൻ അഭ്യർത്ഥിതാനപി. പുരസ്ഥൈരൻ അഭ്യർത്ഥിതാനപി പദം പിരിക്കുമ്പോൾ പുര പ്ലസ് തൈഹി പ്ലസ് അനഭ്യർത്ഥിതാൻ പ്ലസ് അപി പ്ലസ് അർത്ഥാൻ. അങ്ങനെയാണ് പദം പിരിക്കുന്നത് കേട്ടോ. പുര പറഞ്ഞാൽ മുമ്പില്, തൈഹി പറഞ്ഞാൽ അവനാൽ, അനഭ്യർത്ഥിതാൻ അനഭ്യർത്ഥിതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യപ്പെടാതെ തന്നെ. അനഭ്യർത്ഥിതാൻ അഭി ആവശ്യപ്പെടാതെ തന്നെ. അർത്ഥാൻ അർത്ഥം പറഞ്ഞതാണ് സാമ്പത്തികമായിട്ട് സമ്പത്തൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ പുരുഷാർത്ഥങ്ങൾ, അല്ലെങ്കിൽ പുരുഷാർത്ഥങ്ങൾ എന്നും പറയും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം അങ്ങനെയുള്ള പുരുഷാർത്ഥങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുന്നു? കാമാൻ അജസ്രം. കാമാൻ പറ കാമങ്ങളെ, നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളെയും തരുന്നു. അജസ്രം എല്ലായ്പ്പോഴും. വിതരതി എന്താണ്? കിട്ടുന്നു. പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച. അപ്പോൾ എന്താ പറഞ്ഞ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് കൈകൂപ്പി ഒന്ന് തൊഴുത് നമസ്കരിച്ച് കഴിയുന്നവരുടെ അവരുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? എല്ലായ്പ്പോഴും ഉണ്ടാകും ഭഗവാൻ. അവർക്ക് എന്ത് ചെയ്യുന്നു? ആവശ്യപ്പെടാതെ തന്നെ എന്തു വേണമെങ്കിലും, അത് സമ്പത്തായാലും ശരി, ഇഷ്ടപ്പെട്ട വസ്തുക്കളായാലും ശരി, എന്തായാലും ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് എനിക്ക് ഇന്നത് വേണം, എനിക്ക് വീട് വേണം, അല്ലെങ്കിൽ ബംഗ്ലാവ് വേണമെന്നോ കാറ് വേണമെന്നോ ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഭഗവാൻ അറിയാം. അത് നമുക്ക് നടത്തി തരുമ്പോൾ ഒന്നും നമ്മൾ പറയേണ്ടതായ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അത് പറയാതെ തന്നെ, നമുക്ക് ആവശ്യപ്പെടാതെ തന്നെ ഇതൊക്കെ നമുക്ക് തരും. അതുപോലെ അത് കൂടാതെ പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച, പരമാനന്ദ സാന്ദ്രമായിരിക്കുന്ന, അനന്തസാന്ദ്രമായിരിക്കുന്ന ആ മോക്ഷത്തെയും ഗതിഞ്ച, ആ മോക്ഷത്തെയും തരുന്നു. ഈ ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് എല്ലാ സമ്പത്തും വസ്തുക്കളും എന്തൊക്കെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ തരുന്നു. നമ്മളൊന്ന് വെറുതെ ഒന്ന് ഭഗവാനെ കൈകൂപ്പി ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി. അത് കൂടാതെ തന്നെ പരമാനന്ദ സാന്ദ്രമായിരിക്കുന്ന ആ മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും വേണ്ട അല്ലേ? അപ്പോൾ ആ മോക്ഷത്തെയും നമുക്ക് തരുന്നു എന്നാണ് പറയുന്നത്. ഇത്തം നിശേഷലഭ്യോ, ഇപ്രകാരം എല്ലാവർക്കും കിട്ടത്തക്കവണ്ണം
നിരവധി കബല, നിരവധി പറഞ്ഞതാണ് അവധിയില്ലാത്ത, സീമയില്ലാത്തത്, കണക്കില്ലാത്ത, കബല പറഞ്ഞ ഫലങ്ങളെയൊക്കെ തരുന്നത്, കണക്കില്ലാത്ത എന്ത് ഫലങ്ങളെയും തരുന്ന പാരിജാതോ ഹരേത്വം. ആ പാരിജാതമായിട്ടുള്ള ഹരേ എന്ന് പറഞ്ഞാൽ ഭഗവാനെ എങ്ങനെ വിളിക്കുകയാണ്. ആ പാരിജാതമായിട്ടുള്ള ആ ഭഗവാൻ നമ്മളുടെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ ആ പാരിജാതം എന്താ പറയുക, പാരിജാതം എന്ന് പറഞ്ഞാൽ പാരിജാതത്തിൻ്റെ ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചോട്ടിൽ പോയി നിന്നിട്ട് എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടും അത്രേ. അതുപോലുള്ള ഒരു കൽപ്പവൃക്ഷം നമുക്ക് ഉണ്ട് അല്ലേ. ഒന്നും ആവശ്യപ്പെടാതെ തന്നെ സമ്പത്തായാലും കാമങ്ങളായാലും അതുപോലെ തന്നെ പരമാനന്ദ സാന്ദ്രമായുള്ള മോക്ഷത്തെ കൂടി പ്രദാനം ചെയ്യുന്ന ആ ഭഗവാൻ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എല്ലാവർക്കും കിട്ടത്തക്കവണ്ണം ഇങ്ങനെ നിൽക്കുകയാണ് ആ ഗുരുവായൂർ അമ്പലത്തിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് നോക്കൂ, ക്ഷുദ്രം ദം ശക്രവാടി, ക്ഷുദ്രം നിസ്സാരമായ, ദം ശക്രവാടി, ശക്രം പറഞ്ഞാൽ ദേവേന്ദ്രൻ, വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്തോട്ടം, ദ്രുമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം, അഭിലഷതി ആഗ്രഹിക്കുന്നത്, വ്യർത്ഥം, വ്യർത്ഥം പറഞ്ഞതാണ് വെറുതെ, അർത്തിവ്രജോയം, അർത്തിവ്രജം പറഞ്ഞാൽ ആവശ്യക്കാരുടെ കൂട്ടം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം തരുന്ന ആ ആവശ്യപ്പെടാതെ തന്നെ തരുന്ന ആ പാരിജാതം പോലെയുള്ള ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ നിസ്സാരമായ ക്ഷുദ്രം, നിസ്സാരമായ ആ സ്വർഗത്തിലെ ആ ദേവേന്ദ്രന്റെ പൂന്തോട്ടത്തിലുള്ള ആ പാരിജാതത്തെ അഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം, എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ആളുകൾ ഇങ്ങനെ ആ പിന്നെ ദേവേന്ദ്രന്റെ പൂന്തോട്ടത്തിലുള്ള ആ പാരിജാതത്തെ ആഗ്രഹിച്ചിട്ട് അങ്ങോട്ട് പോകാൻ എല്ലാവർക്കും പറ്റുമോ? സ്വർഗത്തിലേക്ക് ഇല്ല. അപ്പോൾ നമുക്കിങ്ങനെ എളുപ്പത്തിൽ കിട്ടാൻ തക്കവണ്ണമുള്ള ആ പിന്നെ എന്തും തരുന്ന, നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ എല്ലാം തരുന്ന ആ ഭഗവാൻ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് കൈകൂപ്പി ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി. അല്ലാതെ എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ഭഗവാൻ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ആ ദേവേന്ദ്രൻ്റെ പൂന്തോട്ടത്തിലെ പാരിജാതത്തെ ആഗ്രഹിക്കുന്നത്? വെറുതെ എന്തിനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഇവിടെ മേൽപ്പത്തൂര് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം കേട്ടോ. നമ്രാണാം സന്നിധത്തെ സതതമഭി പുരസ്തൈരനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച ഇത്തം നിശേഷലഭ്യോ നിരവധി കഫല പാരിജാതോ ഹരേ ത്വം ശുദ്രം ദം ചക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.